ജയസൂര്യൻ സാർ, നമുക്കറിയാം ഹിന്ദുവും മുസ്ലിമും ഒരേ സംസ്കാരത്തിന് കീഴിൽ വളർന്നവരല്ല, അങ്ങനെ വളരേണ്ടവരല്ല, അങ്ങനെയുള്ള മനുഷ്യരല്ല. ഹിന്ദു വേറെ, മുസ്ലിം വേറെ, അങ്ങനെ രണ്ടു തരം മനുഷ്യരാണെന്ന് ലോകത്തോട് മുഴുവൻ പാകിസ്ഥാനോട് ആർത്തു വിളിച്ച ജിഹാദി ജനറൽ അസീം മുനീർ. അസീം മുനീർ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ഉത്തരമില്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ഉത്തരമില്ല. അസീം മുനീറിനെ ഫ്രെയിമിൽ എവിടെയും കാണാനില്ല. അങ്ങനെ പേടിച്ചോടിയ ജനറലിന്റെ കീഴിലുള്ള ഒരു പാകിസ്ഥാൻ സൈന്യം, അക്ഷരാർത്ഥത്തിൽ ഒരു ജനതയെ മുഴുവൻ ഇരുട്ടിലാക്കിയ പാകിസ്ഥാൻ ഭരണം അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. അവർ ഒരു തീരുമാനമെടുക്കാനാവാതെ, ഒരു നിർദ്ദേശം നൽകാൻ ആളുകളില്ലാതെയൊക്കെ ഇത്തരത്തിൽ പാകിസ്ഥാൻ ജനത ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴും ചൈനയുടെ പല ആയുധങ്ങളും പല പ്രതിരോധ സംവിധാനങ്ങളും നിസ്സഹായരാകുന്നു. F-16 അടക്കം. തോറ്റത് പാകിസ്ഥാനാണോ ചൈനയാണോ? ഒരൊറ്റ ചോദ്യം ജയസൂര്യൻ സാർ. ഇവിടെ തോറ്റത് ചൈനയാണ് എന്ന് വ്യക്തമാവുകയാണ്. പാകിസ്ഥാന്റെ ആയുധങ്ങളിൽ 82% ആയുധങ്ങളും ചൈനയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മാത്രമല്ല, ചൈന ഒരു വലിയ അഹങ്കാരത്തോടു കൂടി ലോകത്തെ ഏതൊരു ആയുധ നിർമ്മാണ കമ്പനിയോടും, അത് അമേരിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ആണെങ്കിലും റഷ്യയുടേതാണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും ഏത് ആയുധ നിർമ്മാണ കമ്പനികളോടും കിടപിടിക്കാൻ കഴിയുന്ന വമ്പൻ സംവിധാനങ്ങൾ ചൈനയ്ക്കുണ്ട് എന്ന് അഹങ്കരിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ 82% യുദ്ധ ഉപകരണങ്ങളും വിമാനങ്ങളും മിസൈലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും എല്ലാം ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? PL-10, PL-15E എന്നീ പറയുന്ന മിസൈലുകൾ ലോകോത്തര മിസൈലുകളാണെന്നും അതിനെ ആർക്കും പ്രതിരോധിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ചൈനയുടെ അവകാശവാദം. ആ മിസൈലുകൾ, അതായത് PL-10, PL-15E എന്ന മിസൈലുകൾ JF-17 എന്ന് പറയുന്ന ചൈനയുടെ തന്നെ വിമാനത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് ആ വലിയ വില വാങ്ങിയിട്ടാണ് അങ്ങനെയുള്ള വിമാനങ്ങൾ ചൈന വിറ്റത്. 20 വിമാനം ചൈന പാകിസ്ഥാന് വിറ്റത്. ആ വിമാനങ്ങളും ആ മിസൈലുകളും ആ റഡാർ സംവിധാനങ്ങളും അമ്പെ പരാജയമാണ് എന്ന് 4 മണിക്കൂറുകൾ കൊണ്ട് ഇന്നലെ ഇന്ത്യ തെളിയിച്ചു. അതായത് ഇന്ത്യയിലെ 15 വ്യോമസേനാ താവളങ്ങളിലേക്ക്, ആ സായുധ സേനാ താവളങ്ങളിലേക്കും നിരന്തരമായി പാകിസ്ഥാനിൽ നിന്ന് അയച്ചുകൊണ്ടിരുന്ന മിസൈലുകളെ ഇന്ത്യൻ മിസൈൽ പ്രതിരോധ സംവിധാനം, അതായത് സുദർശൻ ചക്ര എന്ന് പറയുന്ന S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്നലെ ആകാശത്ത് വെച്ച് തന്നെ പാകിസ്ഥാൻ അതിർത്തിക്ക് മുകളിൽ വെച്ച് തന്നെ തകർത്തു വീഴുകയാണ് ഉണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരൊറ്റ മിസൈൽ പോലും ഇന്ത്യൻ അതിർത്തി കടന്നു വരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ സാങ്കേതിക വിദ്യയുടെയും അത് ഉപയോഗിക്കുന്നതിന്റെയും ആയുധ നവീകരണത്തിന്റെയും കാര്യത്തിൽ ഭാരതം ചൈനയെക്കാൾ, പാകിസ്ഥാനേക്കാൾ അല്ല, ചൈനയെക്കാൾ എത്രമാത്രം മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ തകർച്ച കാണിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ തലസ്ഥാന നഗരം, അതോടൊപ്പം തന്നെ റാവൽപിണ്ടി, അതോടൊപ്പം ലാഹോർ, കറാച്ചി എന്ന് തുടങ്ങിയ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരങ്ങളെ മുഴുവൻ സുരക്ഷിതമായി ഒരു അയൺ ഡോമിന്റെ ഉള്ളിലാക്കിയെന്ന് അഹങ്കരിച്ചിരുന്ന പാകിസ്ഥാൻ ചൈനയുടെ ഈ വെറും കളിപ്പാട്ടം പോലെയുള്ള സാധനങ്ങളെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങിയത്. അതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളത്. ഈ തീരുമാനങ്ങളിലൊക്കെ നിർണായക പങ്ക് വഹിച്ച ചൈനയുടെ പാകിസ്ഥാന്റെ സായുധ മേധാവികൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അസീം മുനീർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ ചൈനയിൽ നിന്ന് കളിപ്പാട്ടത്തിന്റെ മൂല്യം പോലുമില്ലാത്ത ഇത്തരം സാധനങ്ങൾ ഇറക്കുമതി ചെയ്തതിൽ വൻതോതിലുള്ള അഴിമതിയും കൊള്ളയും നടന്നിട്ടുണ്ട് എന്ന് സൈന്യം തന്നെ ആരോപിക്കുന്നു. ഗവൺമെന്റ് അവരെ സംശയിക്കുന്നു. സ്ഥാനത്ത് നിന്ന് നീക്കി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം അടുത്ത വിമാനം പിടിച്ച് മറ്റേതോ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമാവാനാണ് സാധ്യത. ഒരു കാര്യം ഉറപ്പാണ്, ആ ചൈന പാകിസ്ഥാന് കൊടുത്തത് മുഴുവൻ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന കളിപ്പാട്ടങ്ങളായിരുന്നു. അത് ഇന്നലെ രാത്രിയിൽ നമുക്ക് വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു മിസൈൽ, ഒരൊറ്റ മിസൈൽ ഇന്ത്യയുടെ അതിർത്തി കടന്നു വന്നിരുന്നെങ്കിൽ അതൊരു മിസൈലാണ് എന്ന് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഒരൊറ്റ മിസൈലും അതിർത്തി കടന്നു വന്നില്ല. എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഒരിക്കലും ഒരു തലസ്ഥാനത്തെ ശത്രു രാജ്യം കയറി അടിക്കാറില്ല. പക്ഷെ ഇന്നലെ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചപ്പോൾ,
ഇന്ത്യ തലസ്ഥാനത്തിന് 20 കിലോമീറ്റർ തൊട്ടടുത്ത് ഇന്ത്യയുടെ മിസൈലുകൾ പതിപ്പിച്ചു. അവിടെ നിന്നുള്ള ശബ്ദം കൃത്യമായും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും കേൾക്കാം. 20 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വളരെ അടുത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്രമണം ഇന്ത്യ നടത്തിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, പാകിസ്ഥാന്റെ പ്രസിഡന്റ്. ഇന്നലെ നമ്മൾ കണ്ടു. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് രാജ്യം വിട്ടോടാൻ തുടങ്ങുന്നു. പാർലമെന്റിൽ എംപിമാര് പൊട്ടിക്കരയുന്നു. മിസൈൽ വന്ന് വീഴുമ്പോൾ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ബങ്കറുകളിൽ ഒളിക്കുന്നു. പട്ടാള മേധാവിയെ സ്ഥാനത്ത് നിന്ന് മാറ്റി അറസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കപ്പൽപ്പട നിഷ്പ്രഭമായി പോയ ഒരു കാഴ്ച ഇന്നലെ രാത്രി നമ്മൾ കണ്ടു. പാകിസ്ഥാന്റെ കപ്പൽപ്പടയ്ക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തിരുന്നത് ചൈനയാണ്. എന്നാൽ വിക്രാന്ത്, INS വിക്രാന്ത് എന്ന് പറയുന്ന ഒരൊറ്റ കപ്പൽ ഇന്നലെ രാത്രി കറാച്ചി തുറമുഖം ചുട്ട് തകർത്തപ്പോൾ നിഷ്പ്രഭമായി പോയി പാകിസ്ഥാന്റെ നേവി എന്ന് നമ്മൾ വ്യക്തമായി കണ്ടു. അതായത് കരയിലും ആകാശത്തിലും കടലിലും ഒന്നും ചെയ്യാൻ കഴിയാതെ പാകിസ്ഥാൻ സ്തംഭിച്ചു നിന്നുപോയ 4 മണിക്കൂറുകളാണ് ഇന്നലെ വൈകുന്നേരം 8 മണി മുതൽ 12 മണി വരെ നമ്മൾ കണ്ടത്. 12 മണിയായപ്പോൾ, കൃത്യം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ നഷ്ടപ്പെട്ട 5 വിമാനങ്ങൾ, ഒരു നിരീക്ഷണ വിമാനം ഉൾപ്പെടെ 5 വിമാനങ്ങൾ നഷ്ടപ്പെടുകയും 2 പൈലറ്റുമാരെ ഇന്ത്യ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവത്തോടു കൂടി പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പിൻവലിച്ച് ആകാശയുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു പാകിസ്ഥാന്. ചുരുക്കി പറഞ്ഞാൽ 4 മണിക്കൂറുകൾക്ക് മുകളിൽ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ഒരു സൈന്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്നലെ വ്യക്തമാവുകയാണ് ഉണ്ടായത്. ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ചൈനയാണ്. അതായത് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ നഗരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളെ, അതായത് തലസ്ഥാന നഗരി ഉൾപ്പെടെ എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, നമ്മുടെ പാകിസ്ഥാന്റെ ആണെങ്കിലും ഇന്ത്യയുടേതാണെങ്കിലും ഫൈറ്റർ ജെറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന, അതൊക്കെ പറന്നുയരേണ്ട എയർപോർട്ടുകൾ, അത് മിലിറ്ററി എയർപോർട്ട് ആണെങ്കിലും അല്ലാത്ത എയർപോർട്ട് ആണെങ്കിലും, അതുപോലെ തന്നെ ആയുധ സംഭരണശാലകൾ, മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസുകൾ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് ചുറ്റും എയർ ഡിഫൻസ് സിസ്റ്റം 24 മണിക്കൂറും ജാഗ്രതയോടെ നിൽക്കേണ്ട സംവിധാനമാണ്. ആ എയർ ഡിഫൻസ് സിസ്റ്റത്തെ മുഴുവൻ ഇന്ത്യ തകർത്തെറിഞ്ഞ് പാകിസ്ഥാന്റെ തലസ്ഥാനം വരെ നമ്മൾ കടന്നെത്തിയെന്ന് പറഞ്ഞാൽ, കറാച്ചി തുറമുഖം തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ, എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെ ഇന്നലെ പലരും പറയുന്നത് കേട്ടു, പാകിസ്ഥാൻ നഗ്നമായി നിൽക്കുകയാണ്, ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ്. കാരണം മറുവശത്ത് പ്രതിരോധിക്കാൻ ഒന്നുമില്ല. ഇന്ത്യയുടെ ഒരു വിമാനമോ ഒരു മിസൈലോ ഒരു ഡ്രോണോ പാകിസ്ഥാനിലേക്ക് ചെന്നാൽ പ്രതിരോധിക്കാൻ ഒന്നുമില്ലാതെ ശൂന്യമായി പോയി പാകിസ്ഥാൻ. അവിടെയാണ് ഇന്നലെ അവർ 4 മണിക്കൂറിന് ശേഷം ആക്രമണം പിൻവലിച്ചുകൊണ്ട് വിമാനങ്ങളും മിസൈലുകളും പിൻവലിച്ചത്. ഏതായാലും ഇവിടെ പാകിസ്ഥാനെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന ചൈന പാകിസ്ഥാനെ ചതിച്ചതാണോ എന്ന് വരെ നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. യെസ്, അതാണ്. ഇനിയിപ്പോ ചൈന എങ്ങാനും യഥാർത്ഥത്തിൽ പാകിസ്ഥാനിട്ട് പണി കൊടുത്തതാണോ എന്ന് ഇന്ത്യക്ക് പോലും സംശയം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം നമുക്കറിയാം ജയസൂര്യൻ സാർ, ചൈന കനിഞ്ഞു നൽകിയതാണോ HQ-9P എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്. അതിന് പോലും രക്ഷിക്കാൻ സാധിച്ചില്ല. പാകിസ്ഥാന്റെ ജനറൽമാരെല്ലാം, സൈന്യത്തിലെ മേധാവിമാരെല്ലാം ഓടി ഒളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇന്ത്യയുടെ ഇസ്രയേൽ നിർമ്മിത ഹാരോപ്പ് ഡ്രോൺ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന കാഴ്ച ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ 8:15 12 മണിക്കുമിടയിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിലൂടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും പാകിസ്ഥാനിലേക്ക് ചൈന നൽകി എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ എല്ലാം നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.